ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് തേർഡ് ചാപ്റ്റർ ഫോറിയർ സീരീസ് പഠിക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. ഈ ചാപ്റ്റർ ഇത്തിരി ലെങ്തി ആണ്, പക്ഷെ പഠിച്ചാൽ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്തിരി ലെങ്തി ആണ് പ്രോബ്ലംസ് ഒക്കെ. ബട്ട് ഇപ്പം നമുക്ക് എന്താണ് ഫോറിയർ സീരീസ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫോറിയർ സീരീസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ സീരീസ്, അപ്പോൾ സൈനിന്റെയും കൊസൈനിന്റെയും സീരീസ് ആയിട്ട് എഴുതുമ്പോഴാണ് അത് ഫോറിയർ സീരീസ് ആവാം. സൈനിന്റെയും കൊസൈനിന്റെയും സീരീസ് ആയിട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a1 പ്ലസ് a1 കോസ് എക്സ് പ്ലസ് b1 സൈൻ എക്സ് പ്ലസ് a2 കോസ് 2x പ്ലസ് b2 സൈൻ 2x എക്സെട്ര പറഞ്ഞ അങ്ങനെ പോകുമ്പോൾ ഇതില് സൈൻ കോസ് 2x സൈൻ 2x അതന്നെയൊക്കെ പ്ലസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊരു സീരീസ് ആണ്. അപ്പൊ ഈ സൈന്റെയും കോസിന്റെയും ഒക്കെ സീരീസിനെയാണ് എന്ത് നമ്മൾ പറയാ, ഫോറിയർ സീരീസ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ സൈന്റെയും കോസിന്റെയും ഒക്കെ സീരീസ്. അതിനെ പ്ലസ് ചെയ്തൊക്കെ എഴുതാം, അല്ല അതിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ചെയ്ത് എഴുതാം. അതിനെയാണ് എന്ത് പറയാ, നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയാം. അപ്പൊ അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോർമുലയാണ്. പീരിയോഡിക് പറയുമ്പോ എങ്ങനെയാ, ഇപ്പോ എക്സ് പ്ലസ് 2x പ്ലസ് 3x അങ്ങനെയൊക്കെ പറഞ്ഞ് പോണത് ഒരു പീരിയോഡിക് ആണ്. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഇതിപ്പോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ ഒന്നൊന്നും കൂടി പോവാ. അപ്പൊ അതെന്താണ്, അപ്പൊ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ sin x പ്ലസ് sin 2x പ്ലസ് sin 3x അങ്ങനെയൊക്കെ പറഞ്ഞു പോണതിന് നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയും. ആദ്യത്തേല് sin x ആണ്, രണ്ടാമത്തേല് sin 2x ആണ്, മൂന്നാമത്തേല് sin 3x ആണ്. അപ്പൊ അതും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് sin 3x ആണ്, sin 3x sin 6x അങ്ങനെ പറഞ്ഞു പോണേന് നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഇതില് പി എന്ന് പറയുന്നത് പീരിയഡും എൻ എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര എന്ത് വേണേലും വരാം. ഇപ്പൊ ഞാൻ എന്നിന് 1 ഇട്ട് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അതിൽ പി എന്ന് പറയുന്നത് പീരിയഡ് ആണ്, എൻ എന്ന് പറയുന്നത് 1 2 3 അപ് ടു ഇൻഫിനിറ്റി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് വരാം. അപ്പോ നമ്മള് എന്നിന് ആദ്യം 1 ഇട്ടാണ് കൊടുത്തത് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പറയും. ആ പി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ്, ആദ്യത്തെ സ്മോളസ്റ്റ് പീരിയഡ് ആണ്. എന്നിന് 1 എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പീരിയഡ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും, ഫണ്ടമെന്റൽ പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ് പറയും. ഇഫ് എൻ ഈക്വൽ ടു 2 ആണ് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് 2p ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെ എഫ് ഓഫ് ഇഫ് എൻ ഈക്വൽ ടു 3 വരുമ്പോൾ ഫംഗ്ഷൻ എന്താവും, എഫ് ഓഫ് എക്സ് പ്ലസ് 3p എന്നാവും ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെ 3 4 അപ്പൊ അങ്ങനെ എത്ര വേണേ അവർ തരുന്നത്ര നമുക്ക് ചെയ്യേണ്ടി വരും. അവര് ലിമിറ്റ് തരും, ആ ലിമിറ്റിന്റെ അത്ര നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ഇത് എക്സസൈസിലാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കണ്ടിരിക്കുന്നത്. അത് വരുമോ വരില്ലെന്നൊന്നും അറിയില്ല, എക്സാമ്പിൾസിലൊന്നും ഇല്ല. എക്സസൈസിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഇതാണ് ഇക്വേഷൻ, എഫ് ഓഫ് എക്സ് പ്ലസ് എം പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് ഇക്വേഷൻ. സൈന്റെയും കൊസൈന്റെയും സീരീസിനെയാണ് എന്ത് നമ്മൾ പറയാ, ഫോറിയർ സീരീസ് എന്ന് പറയാം. ഇനി എന്താ, ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2p 3p p എന്നൊക്കെ വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു, ഇതൊക്കെ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു sin x sin 2x sin പ്ലസ് sin 3x അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ എന്ത് പറയും, പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയും. അതുപോലെ തന്നെ cos x cos 2x cos 3x അതും നമ്മൾ എന്ത് പറയും, പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയും. സൈന്റെയും കോസിന്റെയും പീരിയഡ് എന്ന് പറയുന്നത് 2π ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സൈനും കോസിന്റെയും പീരിയഡ് 2π ആണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം പഠിച്ച അവരൊക്കെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്.
പക്ഷേ പീരിയോഡിക് ഫങ്ഷൻസ് അല്ലാത്തവർ കുറച്ച് പേരുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. സൈൻറ്റീം ഇതിപ്പോ എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, ഇ റേസ് ടു എക്സ്, കോസ് എച്ച് എക്സ്, ലോഗ് എക്സ്, ഇവരൊക്കെ പീരിയോഡിക് ഫങ്ഷൻസ് അല്ല. കാരണം എന്താ, ഇതൊക്കെ പവർ ആണ്. ഇതിപ്പോ എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അതൊക്കെ പറയുന്നത് എക്സിന്റെ പവേഴ്സ് ആണ്. പവേഴ്സ് ഒരിക്കലും പീരിയോഡിക് ആവില്ല. ഇപ്പൊ എക്സ്, 2x, 3x അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ, എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ അത് പീരിയോഡിക് ആണ്. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, അങ്ങനെ x⁴, x⁵ അങ്ങനെ പവേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ പീരിയോഡിക് അല്ല. e⁻x എന്ന് പറയുമ്പോൾ എന്താ, എക്സിന്റെ വാല്യൂ ഇപ്പൊ എക്സിന് ഇപ്പൊ 1 ആണ് പറയുമ്പോൾ e⁻1, പിന്നെ എക്സിന് 2 ആണ് പറഞ്ഞാൽ e⁻2, എക്സിന് 3 ആണ് പറഞ്ഞാൽ e⁻3, അതും പവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതെന്താണ്, പീരിയോഡിക് അല്ല. ഇനി കോസ് hx പറയുന്നത് e⁻x പ്ലസ് e⁻−x/2 എന്ന ഫോർമാറ്റിൽ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. കോസ് hxന്റെ വാല്യൂ ഇതായിരിക്കും. അതും എന്താണ്, എക്സ്പോണൻഷ്യൽ വന്നു, അതില് പവർ ഉണ്ട്. e⁻x എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതെന്താണ്, പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. ലോഗ് എക്സ് എന്താണ്, പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. അപ്പൊ അങ്ങനെ പവേഴ്സ് വരുന്ന സാധനങ്ങൾ എന്താ, പീരിയോഡിക് അല്ല. ഇപ്പൊ 2x, 3x, 4x അങ്ങനെ പറഞ്ഞു പോണത് പീരിയോഡിക് ആണ്. സൈൻ എക്സ്, സൈൻ 2x, സൈൻ 3x അതെല്ലാം പീരിയോഡിക് ആണ്. കോസ് 2x, കോസ് 3x, കോസ് 4x അങ്ങനെ പറയുന്ന എല്ലാം പീരിയോഡിക് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പീരിയോഡിക് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പറയുന്നത് എന്താ, കോസ്, സൈൻ, ടാൻ, കോട്ട് അങ്ങനെ പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പീരിയോഡിക് ആണ്. പവേഴ്സ് വരുമ്പോ പീരിയോഡിക് അല്ല. അപ്പോ ഇതിൽ നിന്ന് മേ ബി 1 വേർഡ് ആയിട്ട് ചോദിക്കായിരിക്കും. എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, എക്സാമ്പിൾസിൽ അവരൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോണത് ട്രിഗ്നോമെട്രിക് സീരീസ് ആണ്. നമ്മുടെ ഫൊറിയർ സീരീസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ഇപ്പൊ എഴുതാം. f(x) = a0 പ്ലസ് എപ്സിലോൺ n = 1 to infinity an cos nx പ്ലസ് bn sin nx. ഇതാണ് എന്ത്, നമ്മുടെ ഫൊറിയർ സീരീസിന്റെ ഇക്വേഷൻ. f(x) = a0 പ്ലസ് സമ്മേഷൻ n = 1 ഇൻഫിനിറ്റി an cos nx പ്ലസ് bn sin nx. ഇതാണ് എന്ത്, ഫൊറിയർ സീരീസിന്റെ ഇക്വേഷൻ. നമുക്കൊരു സീരീസ് കിട്ടണം. സൈന്റെയും കോസിന്റെ ഒക്കെ പ്ലസ് ചെയ്ത് ഞാൻ അപ്പോഴേ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയില്ലേ, an പ്ലസ് അല്ലെ a1 പ്ലസ് a1 sin x പ്ലസ് a2 cos x പറഞ്ഞ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ. അങ്ങനെ ഒരു സീരീസ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താലേ അങ്ങനെ സീരീസ് ആയിട്ട് ഒരു ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ആ സീരീസ് ആയിട്ട് ഒരു ആൻസർ കിട്ടാൻ അവര് നമുക്ക് കുറെ സൈനും കോസും കുറെ കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് ആയിട്ട് ഒരു ആൻസർ കിട്ടും. അപ്പൊ ഇതില് an-ഉം bn-ഉം എന്താണ്, കോൺസ്റ്റൻസ് ആണ്. ആ കോൺസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. an-ഉം bn-ഉം കോൺസ്റ്റൻസ് പറയും, അല്ലെങ്കിൽ ഫൊറിയർ കോൺസ്റ്റൻസ് പറയും, അല്ലെങ്കിൽ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്ന് പറയും. അല്ലെങ്കിൽ കോൺസ്റ്റൻസ്, ഫൊറിയർ കോൺസ്റ്റൻസ് ഓർ ഫൊറിയർ കോഎഫിഷ്യൻസ് പറയും. എന്തിനെ, an-നും bn-നും. a-നും b-നും നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ a0 a0 നമ്മൾ കണ്ടുപിടിക്കണം. ഈ a0 കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം,
bn കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇതിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കുറച്ച് സീരീസ് കിട്ടും. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അടുത്തത് കുറച്ച് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇന്റഗ്രൽ മൈനസ്, ഇത് ഈ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് ആൻസർ കിട്ടാനാണ്. -π to π sin nx dx പറയുന്നത് 0 ആണ്. അതിന്റെ വാല്യൂ 0 ആണ്. നിങ്ങൾ ഈ ലിമിറ്റ് ഇട്ട് നോക്കിയാലും ആൻസർ 0 ആണ് വരിക. ഒരു എക്സാമ്പിൾ എങ്ങനെയാ ലിമിറ്റ് ഇട്ട് നോക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിലെങ്ങനെയാ sin nx-ന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ sin n x-ന് പകരം ലിമിറ്റ് വരും π മൈനസ് sin n മൈനസ് π. അപ്പൊ എന്ത് വരും? sin π പറയുന്നത് 0 ആണ്. sin π പറയുന്നത് 0 ആണ്. 0 എന്നിന് പകരം 1 വന്നാലും 2 വന്നാലും 3 വന്നാലും ഒക്കെ എന്ത് വരും? സൈൻ എന്നിന് ഇപ്പൊ 1 ആണെന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ വരുന്ന ഇവിടെ n സൈൻ പൈ ആണ് വരിക. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ സൈൻ 2 പൈ ആണ് വരിക. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ സൈൻ 3 പൈ ആണ് വരിക. പക്ഷെ അതൊക്കെ എന്താണ്? 0 ആണ്. അപ്പൊ സൈൻ പൈ മൈനസ് സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആ. അപ്പൊ ഈ മൈനസ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. അതായത് ഈ മൈനസ് ഇവിടെ തന്നെ ഉണ്ട്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ ഈ രണ്ട് മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. അപ്പൊ സൈൻ ഓഫ് എന്നിന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈൻ പൈ ആണ് വരിക. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ സൈൻ പൈ ആണ് വരിക. അപ്പൊ സൈൻ പൈ പറയുന്നത് 0 + 0 = 0. അങ്ങനെ ഇവിടെ 0 വന്നു. ബട്ട് നിങ്ങൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണായിരിക്കും നല്ലത്. ഇതിലും വലുതാണ് കുറെ വരാൻ കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ആൻസർ ഒന്നും ടൈമിന് നിൽക്കില്ല. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. ഇത് 0 ആണ്. അതുപോലെ തന്നെ ഇന്റഗ്രൽ -π cos nx dx പറയുന്നത് എന്താ? 0 ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഇന്റഗ്രൽ -π sin mx cos nx dx പറയുന്നത് 0 ആണ്. ഇതിലെ എമ്മും എന്നും ഒക്കെ എന്താണെന്നറിയോ? ഇൻറ്റീജേഴ്സ് ആണ്. എമ്മും എന്നും ഇൻറ്റീജേഴ്സ് ആണ്. വാല്യൂസ് 1 2 3 അങ്ങനെ എന്ത് വേണേലും വരാം. എന്ത് നമ്പർ വേണേലും വരാം. അതാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ. sin mx cos nx dx പറയുന്നത് അതിന്റെ ഇന്റഗ്രേഷൻ പറയുന്നത് 0 ആണ്. പിന്നെന്താ? ഇനി -π cos mx cos nx ന്റെ ഇന്റഗ്രൽ എന്താ? 0 അല്ല. ഒരു കണ്ടീഷനിൽ 0 ആണ്, വേറെ കണ്ടീഷനിൽ π ആണ്. 0 if m not equal to n. π if m equal to n. അതായത് എമ്മും എന്നും സെയിം വാല്യൂ അല്ലെങ്കിൽ, എമ്മിന്റെ എന്നിന്റെ വാല്യൂ സെയിം അല്ലെങ്കിൽ 0 ആണ്. എമ്മിന്റെ എന്നിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ π ആണ് വരിക. ഇന്റഗ്രൽ ഓഫ് -π cos mx cos nx ന്റെ വാല്യൂ എന്താ വരിക? എമ്മിന്റെ എന്നിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ആണെങ്കിൽ 0 ആണ് വരിക. എമ്മിന്റെ എന്നിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ π ആണ് വരിക. ഓക്കെ. ഇത് ഇന്റഗ്രൽ ഓഫ് sin nx പറയുന്നത് 0 ആണ്. ഇന്റഗ്രൽ ഓഫ് -π cos nx പറയുന്നത് 0 ആണ്. പിന്നെ ഈ കണ്ടീഷൻ വരുമ്പോഴും 0 ആണ്. ഇതില് ഒരു ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇവിടെ തന്നെ എഴുതാം. ഇന്റഗ്രൽ ഓഫ് -π
പൈ സൈൻ എം എക്സ് സൈൻ എം എക്സ് സൈൻ എൻ എക്സ് ഡി എക്സിന്റെ ആൻസറും ഇതന്നെയാണ്. ഇതന്നെ സെയിം തന്നെയാണ്. 0 എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ 0 ആയിരിക്കും ഇവിടെയും വരിക. എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ പൈ ആയിരിക്കും വരിക. ഇതും സെയിം ആണ്. ഇതും സെയിം ആണ്. ഓക്കെ. ഇന്റഗ്രൽ ഓഫ് -π സൈൻ എം എക്സ് സൈൻ എൻ എക്സ് ഡി എക്സിന്റെ ആൻസറും ഇതായിരിക്കും വരിക. എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ 0 ആയിരിക്കും. എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ പൈ. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഇട്ട് കൊടുക്കേണ്ടി വരും. ചെയ്തു നോക്കാൻ പറ്റില്ല ആ ടൈമില്. പിന്നെ നമ്മള് ഫോറിയറിന്റെ ഇക്വേഷൻ പഠിച്ചു. ഫോറിയറിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos nx പ്ലസ് bn sin nx ആണ് എന്ത് നമ്മൾ പഠിച്ച ഫോറിയറിന്റെ ഇക്വേഷൻ പഠിച്ചത്. അപ്പൊ നമുക്ക് ഇത് a0ഉം a0ഉം bn കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഓരോ ഫോർമുല ഉണ്ട്. a0 കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ വെച്ചാ 1/2π ഇന്റഗ്രൽ -π to π f of x dx. ഇതാണ് a0 കണ്ടുപിടിക്കേണ്ട ഫോർമുല. 1/2π ഇന്റഗ്രൽ -π to π f of x dx. ഇനി an കണ്ടുപിടിക്കണം. an കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/π ഇന്റഗ്രൽ -π to π f of x cos nx dx. ന്റെ വാല്യൂ 1 2 3 അങ്ങനെ എത്ര വേണേ പോവാം. അപ് ടു ഇൻഫിനിറ്റി വരെ പോവാം. 1/π ഇന്റഗ്രൽ -π to π f of x into cos nx dx. അതാണ് a നെ കണ്ടുപിടിക്കുന്ന ഫോർമുല. b നെ കണ്ടുപിടിക്കുന്നത് എന്താ? 1/π ഇതുപോലെ തന്നെയാണ് -π to π f of x sin nx dx. sin nx dx. ഇവിടെ cos ആയിരുന്നു വന്നത്, ഇവിടെ sin ആണ് വന്നത്. അത്രയൊരു ഡിഫറൻസ് ഉള്ളൂ a നും b നും തമ്മിൽ. n ന്റെ വാല്യൂ ഇവിടെ n ന്റെ വാല്യൂ 1 2 3 അപ് ടു അങ്ങനെ പോകും. അപ്പൊ a0 കണ്ടുപിടിക്കുന്ന ഫോർമുല കിട്ടി, a നെ കണ്ടുപിടിക്കുന്ന ഫോർമുല കിട്ടി, bn കണ്ടുപിടിക്കുന്ന ഫോർമുല കിട്ടി. ഈ ഇന്റഗ്രൽ -π to πക്ക് പകരം 0 to 2π വന്നാലും സെയിം തന്നെയായിരിക്കും ആൻസർ വരിക. ഇന്റഗ്രൽ -π to πക്ക് പകരം 0 to 2π വന്നാലും സെയിം ആയിരിക്കും ആൻസർ വരിക. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് -π to π എന്ന് പറയുന്നതിന്റെ പീരിയഡ് എത്ര പീരിയഡാ? 2π ആണ് അതിന്റെ പീരിയഡ്. അതുപോലെ തന്നെ 0 to 2πന്റെ ഡിഫറൻസ് എത്രയാ? അതും 2π ആണ് ഡിഫറൻസ്. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്താ? 2π ആണ് ഡിഫറൻസ്. അപ്പൊ ഇത് ഈ ഇന്റഗ്രലും ഈക്വൽ ആണ്. രണ്ട് വന്നാലും സെയിം ആൻസർ ആയിരിക്കും വരിക. അപ്പൊ ഈ 3 ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുക. ഈ 3 ഇക്വേഷൻസും ബൈ ഹാർട്ട് പഠിക്കണം. ഇതാണ് മെയിൻ ഇക്വേഷൻ. അതും ബൈ ഹാർട്ട് പഠിച്ചാലേ ഫോറിയർ സീരീസിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നാളെ പ്രോബ്ലംസ് നോക്കാം.